വികസന സ്തംഭനത്തിനെതിരെ CPIM ബഹുജന ധർണ 25-ാം തീയതി പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ നടത്തും. പദ്ധതി നിർവഹണം പൂർത്തിയാക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇടുക്കിയിൽ നിർമ്മാണ രംഗം പുനർസ്തംഭനത്തിലേക്ക് നീങ്ങുകയാണെന്നും CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ഈദാശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops, കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി നിർവഹണത്തെ തടസ്സപ്പെടുത്തിയുള്ള വികസന വിരുദ്ധ നിലപാടിനെതിരെ CPIMന്റെ നേതൃത്വത്തിൽ 25-ന് വൈകിട്ട് 4-ന് ജില്ലയിലെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന ബഹുജന ധർണ സംഘടിപ്പിക്കും. സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. അപ്രഖ്യാപിത നിർമ്മാണ നിരോധനം പിൻവലിക്കുക, നിർമ്മാണ സാമഗ്രികളുടെ ദൗർബല്യം പരിഹരിക്കുക, കപട പരിസ്ഥിതി ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് തിരിച്ചറിയുക, ലൈഫ് ഭവന പദ്ധതിക്ക് റവന്യൂ വകുപ്പിന്റെ NOC വേണമെന്ന ഉത്തരവ് പിൻവലിക്കുക, ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റികൾ കൃത്യമായി ചേരുക, ഭൂപതിവ് ചട്ടം ഉടൻ രൂപീകരിച്ച് നടപ്പിലാക്കുക, ജനവാസ മേഖലയിൽ നിന്ന് വന്യജീവികളെ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുക, ഭരണനിർവഹണ അതോറിറ്റി നിർദ്ദേശങ്ങളിന്മേൽ ശാസ്ത്രീയ പഠനം നടത്തി പുനർനിർണയിക്കുക, കേന്ദ്ര വന്യജീവി നിയമം കാലോചിതമായി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ നിർമ്മാണ നിരോധനം എന്നുള്ളത് ഉദ്യോഗസ്ഥ പരിസ്ഥിതി UDF കൂട്ടുകെട്ടിന്റെ വ്യാഖ്യാനത്തിൽ മലയിറങ്ങുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നും CV വർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ബഹുജന ധർണ സംഘടിപ്പിക്കുക. ഇത്തരമൊരു സമരരൂപം ഏറ്റെടുക്കാൻ നിർബന്ധിതമായിട്ടുള്ളൊരു കാര്യം. ഒന്ന്, നമ്മുടെ ജില്ലയിലെ അപ്രഖ്യാപിതമായ നിർമ്മാണ നിരോധനം പ്രഖ്യാപിക്കുക. അതിന്റെ ഭാഗമായി നിർമ്മാണ സാമഗ്രികൾ ലഭിക്കുന്നില്ല. പഞ്ചായത്തുകളുടെ ത്രിതല സംവിധാനത്തിനുമെല്ലാം നിർമ്മാണ പ്രക്രിയ പൂർത്തീകരിക്കേണ്ട ഘട്ടത്തിൽ അവിടെ പരിസ്ഥിതിവാദികളും ഉദ്യോഗസ്ഥരും ഒത്തുചേർന്നുകൊണ്ട് ഇടുക്കി ജില്ലയെ ബോധപൂർവമായും അന്ധകാരത്തിന്റെ അന്തരീക്ഷത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ നീക്കങ്ങൾ നടക്കുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേരളത്തെ ആകെ ബാധിക്കുന്ന വിധിയാണ് പുറപ്പെടുവിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ നിരോധന മേഖല മാറ്റുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെന്റ് പാസ്സാക്കി. ഇപ്പോ നമ്മുടെ ജില്ലയിലെ പാസ് കൊടുത്ത് അംഗീകൃതമായി വരുന്ന വാഹനങ്ങൾ പോലും ജില്ലാ ഭരണകൂടം നേരിട്ട് കസ്റ്റഡിയിലെടുത്ത് ദിവസങ്ങളോളം സൂക്ഷിക്കുന്നു. ഏതെങ്കിലും ലൈഫ് ഭവന പദ്ധതിയിലെ നിർമ്മാണ വീടിന് പോലും തറകെട്ടാൻ ഒരു ലോഡ് കല്ലിന് 20,000 രൂപ വരെ നൽകേണ്ടി വരുന്നു. അതിനിടെ കളക്ടറും റവന്യൂ ഉദ്യോഗസ്ഥരും നേരിട്ട് നിർമ്മാണ സാമഗ്രികളുമായി വരുന്ന വാഹനങ്ങൾ ഒരു കാരണവുമില്ലാതെ പിടിച്ചെടുക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ദിവസം തന്നെ മണലും മെറ്റലുമായി വന്ന 3 ടോറസ് ലോറികൾ ജില്ലാ ഭരണകൂടം പിടിച്ചെടുത്തു. പരിശോധനയിൽ ഒരു വിധത്തിലുള്ള നിയമലംഘനവും കണ്ടെത്താനായിട്ടുമില്ല. എന്നിട്ടും ദിവസങ്ങളോളം വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലിട്ടു. മുതിർന്ന ഉദ്യോഗസ്ഥർ കപട പരിസ്ഥിതി ലോബികൾക്കൊപ്പം നിന്ന് ഇടുക്കി ജില്ലയിലെ മലയോര ജനതയെ നിർബന്ധിത കുടിയിറക്കത്തിന് പ്രേരിപ്പിക്കുകയാണെന്നും ജില്ലയിൽ കപട പരിസ്ഥിതി സംഘടനകളും ഉദ്യോഗസ്ഥ ലോബികളും സൃഷ്ടിക്കുന്ന വികസന സ്തംഭനത്തിനെതിരെ മുഴുവൻ ജനങ്ങളും അണിനിരക്കണമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കട്ടപ്പനയിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം VR സജി, കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.